എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മളൊരു ഗെയിമർ. വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്ക് യാത്ര ദേഖ്തോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുൾ യാത്ര. എല്ലാവർക്കും ഇവിടെ അറിയാം. എനിക്കിത് ഇവിടെ ഒരു ബെഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ യാത്ര ചെയ്യുമ്പോൾ സംഭവമുണ്ട്. സേഫ്റ്റി മുഖ്യമാണ്. അപ്പോൾ സേഫ്റ്റി മുഖ്യമായൊരു വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ കോപ്പർ ആർമർ ഉണ്ടാക്കാൻ പോകുന്നത്. അയൺ ആർമർ ഉണ്ടാക്കാൻ നമ്മളായിട്ടില്ല. കോപ്പർ ആർമർ, ഡിഫോൾട്ട് കോപ്പർ ആർമർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇന്ന് ഫുൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ബോട്ടും ഉണ്ടാക്കി യാത്ര. മക്കളെ യാത്ര എത്ര ടൈം AFK എന്നാലും വേണ്ടില്ല. യാത്ര മക്കളെ യാത്ര. കുറേ മറ്റേ വൂള്, ഒരു 3 വൂള് കിട്ടാതെ യാത്രയിൽ പിന്നെ പ്രശ്നമില്ല. റെക്കോർഡ് കിട്ടുന്ന ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇൻട്രോ പറഞ്ഞ് നിർത്തും. വീഡിയോ ഒറ്റ ചെറുതേക്കുന്നാലും കുഴപ്പമില്ല. നാളെയും അത് തന്നെ ആയിരിക്കും. കാരണം ഒരു ബെഡില്ലാതെ മൈൻക്രാഫ്റ്റിൽ സർവൈവ് ചെയ്ത് പറ്റും. ബട്ട് നമ്മളെ പോലത്തെ നൂബുകൾക്ക് പറ്റത്തില്ല. കാരണം ഞാൻ അത്ര പ്രോ ആണെന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളൊക്കെ സ്റ്റേബിൾ ബ്രോ. അത്ര വലിയ നൂബുകൾ അത്ര വലിയ പ്രോ ഇല്ല. ഒരു ഹെൽമെറ്റ് എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാമേ. ഇവിടെ രണ്ടരമാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണ് അത്? കോപ്പർ മഴ വരൂ. അല്ല, മഴ വേണ്ട. ഈ മറ്റേ ഒരു ബ്ലോക്ക് തന്നെ ഒരു ഐറ്റം തന്നെ കുറേ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ലാഗാവും. കുറച്ച് ദിവസം മുന്നേ ഞാൻ സ്ഫിയർ വെച്ചിട്ട് മൈൻക്രാഫ്റ്റിലാകെ ഐറ്റം പൊട്ടിക്കാൻ പറ്റാത്ത ഒരു സാധനം സ്ഫിയറാണ്. ആനൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് കാരണൂടാ. മൈൻക്രാഫ്റ്റിൽ സ്ഫിയർ കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ സ്ഫിയർ വെച്ചിട്ട് ബ്ലോക്കിനെ എന്തോ ചെയ്തിട്ട് ഒരു ഗ്ലിച്ച് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഏത് ഡോക്ടർ ഡോണറ്റ് ബ്രോ ആണ് തോന്നുന്നു. പുള്ളിക്കാരൻ്റെ ചാനൽ കണ്ടുവരും. ഞാൻ അതുപോലെ ചെയ്തു നോക്കിയത്. മൊബൈൽ അങ്ങോട്ട് ലാഗായിട്ട് നിൽക്കണ്ടേ, അല്ലെങ്കിൽ മൊബൈലിൻ്റെ കാര്യം കാട്ടാ പോകായിപ്പോയി. ഓക്കെ, ബൂട്ട് റെഡി ബ്രോ. ബൂട്ട്സ് റെഡി ബ്രോ. ഒരു പഞ്ചറായിട്ടുണ്ട്. ലെഗിൻ്റെ 2 3 ഇനി ഇതിൽ 2 പാടെ മതി. 1 ഓക്കെ. കുപ്പായ മറ്റേതാണ് ചെസ്റ്റ് പ്ലേറ്റ് ആണോ? ഓക്കെ, ചെസ്റ്റ് പ്ലേറ്റും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയായി? ഇനി ലെഗിൻസിന് എത്ര വേണമെങ്കിൽ 2 3 4 5 6 7 എണ്ണം വേണം. ലെഗിൻസിന് 7 എണ്ണം കിട്ടുമോ? ചെറിയൊരു ടൈം ഓഫ് AFK ആണ്. ബട്ട് ഇത് ക്യാമറയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഫുൾ ബോറാവും. അതുകൊണ്ട് അപ്പോൾ ഗൈസ്, നമുക്ക് ലാസ്റ്റ് വേണ്ട പീസും കിട്ടിയിട്ടുണ്ട്. ലെഗിൻസിനുള്ള പീസാണത്. അപ്പോൾ നമുക്കിത് ഇട്ടേക്കാം. ഗൈസ്, ഇനി ഒരു സംഭവം ഉണ്ട്. കഴിയുന്നെല്ലാം കളാം. എന്താണിത്? എല്ലാം കളാം. പിന്നെ കാണിച്ചുതരാം. നമ്മളൊരു ഗെയിമർ ആൻഡ് അൾട്ടിമേറ്റ് ഫ്ലെക്സിങ് ബ്രോ. അൾട്ടിമേറ്റ് ഫ്ലെക്സിങ്. ഇതൊക്കെയാണ് അൾട്ടിമേറ്റ് ഫ്ലെക്സിങ് എന്ന് പറഞ്ഞാൽ. ഫ്ലെക്സ് ചെയ്തങ്ങ് തിമർത്ത്. എടാ, ഇവിടെ ഈ ലീവ് വെക്കുന്നത് കണ്ട ക്യാമറ ഉണ്ട്. ഞാൻ നിൽക്കുന്ന സൈഡിലെ ഒരു ഭാഗത്ത് ഇതാ ഈ ബ്ലോക്കിന് മുകളിൽ കൂടെ ഒരു ലീവ് വെക്കുന്നത് കണ്ട. ഞാൻ ഇത്രയും ലീവ് ഇവിടെ ഇതാ ഇത്രയും ഈ 43 ലീവ് കോവിൻ്റെ പകരം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടത്.
എൻ്റെ ബുദ്ധി അപാരം തന്നെ, അപാരം. ഒരു പൊട്ടൻ ലോക പൊട്ടൻ പൊട്ടൻ ഞാൻ ലോക പൊട്ടൻ. എന്തായാലും റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് പോച്ചോപ്പ് ബുക്ക് ചെയ്യാനുണ്ട്. അപ്പം പോച്ചോപ്പ് ബുക്ക് ചെയ്യട്ടെ. അപ്പോൾ അവിടെയും ഒരു മിനി എഫ് എന്ന് പറയണമെന്നുണ്ട്. ബട്ട് ടൂൾസ് ഒന്നും ഇല്ല അവിടെ. കോള് മറ്റേ കോപ്പർ ഞാൻ ഒരു കോപ്പർ മാത്രമേ. അതുകൊണ്ട് എന്ത് ചെയ്യാനാ, അവിടെ നിന്നാണ് ആൻഡ്രോമാൻ സൗണ്ട് എടുത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ഞാൻ ആൻഡ്രോമാനത്തിൽ പോയാൽ മതി. പ്രശ്നമുണ്ടേ. ഇല്ലട്ടോ, ഞങ്ങൾ നോക്കിയിട്ടില്ലല്ലോ. ഇല്ലട്ടോ, അത് പുണ്ടാണോ അവർ നോക്കിയിട്ടില്ല. കോടെ പുണ്ടാമോനെ, നിനക്ക് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. എടാ ഒന്ന് കോടാ, എന്തോ നിനക്ക്. കുറച്ച് ബ്ലോക്ക് ചെയ്തോട്ടെ. അത് ഞാൻ അങ്ങനെയാണ്, ഞാൻ പിന്നെ മോസ്ക് എപ്പോഴും കൈ നോക്കും. പിന്നെ ഇവിടെ ചാവം വെച്ചുകൊണ്ടാണ് എന്താ എൻ്റെ അങ്ങനെ പറയുന്നത്. ഞാൻ അപ്പോൾ ഇതിനെ വിട്ട് കുറച്ച് വിളിച്ചത്. പിന്നെ എന്നെ PC മൈൻക്രാഫ്റ്റിന് എലിജിബിൾ അല്ല, ബട്ട് എൻ്റെ ലാപ്ടോപ്പ് എലിജിബിൾ ആണെന്ന് പറഞ്ഞതാണ്. ബട്ട് എന്തോ അത് വെള്ളം. അയ്യോ, ഇതമ്മക്ക് ചെറിയൊരു പണി തരാൻ ചാൻസ് ഉണ്ടല്ലോ. ചിലപ്പോൾ ഒരു പണിയും തരും, ചിലപ്പോൾ നല്ലൊരു സംഭവമായിരിക്കും. ഓ എടാ, ഞാൻ പറഞ്ഞുതരാം സംഭവം എങ്ങനെയാണെന്ന് അറിയോ. ഡ്രിപ്പ് സ്റ്റോൺ കേവ് വിത്ത് വാട്ടർ. സർവൈവ് ചെയ്യാൻ പറ്റി ഇതിനുള്ളിൽ അയണൊക്കെ ഉണ്ടാവും. ബട്ട് റിസ്ക് ഇടും. ഇത് കണ്ടില്ലേ, വെള്ളത്തിൽ ഇറങ്ങി ടോർച്ച് കിട്ടുമോ. ഞാനിപ്പോൾ പുതിയൊരു ഇതിട്ടു, ഏത് ഒരു മോഡ് ഇട്ടു. എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ ശരി കാണാം. ഉദ്ദേശം മോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി മാപ്പിൻ്റെ മോഡാണ്. സത്യത്തിൽ ഞാൻ അടുത്തൊരാൾ കാരണം എന്താണെന്ന് അറിയാം, ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇവിടെ ഉപ്സ് എന്ന് എഴുതി കാണിച്ചു. ഉപ്സ് എന്ന് എഴുതി കാണിക്കാറുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഉപ്പ് കാരണം പിക്കാക്സ് ശക്തിയില്ല. ഉപ്സ് എന്ന് കാണിക്കാറുള്ളത് മറ്റേ വരുമ്പോഴാണ്, ലാഭ വരുമ്പോഴാണ്. അപ്പോൾ ഞാൻ കരുതി ഇവിടെ ലാഭം ഉണ്ടാവും, ഞാൻ തിരഞ്ഞിട്ട് കണ്ടോന്നുമില്ല. അപ്പോൾ അതാണ് വിട്ടു. പിന്നെ എന്തായാലും ഒരു മോഡിട്ടല്ലേ അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഇനി ഇവിടെ ഇങ്ങനെ പോകണം. ഞാൻ അവിടെ വാട്ടർ ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് കുറേ കുളിച്ചു വന്നു. ഇവിടെ എപ്പോഴും എൻ്റർമാൻ ഇഷ്യൂ ആണ്. ഞാൻ നിങ്ങൾക്ക് മാച്ച് കളിച്ചു വരെ പ്രാക്ടീസ് ഔട്ടിടുന്നു. നോബ് റെഡിയാണ്. ബട്ട് അറിയാം നമ്മൾ നോക്കുമ്പോൾ എൻ്റർമാൻ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ നോർമലിലേക്ക് ഇടുന്നു. ഈസി ഒരു കുറേ നേരം എൻ്റർമാൻ പൂണ്ട. അപ്പോൾ ഗൈസ് മൈനിങ്ങിന് പോയപ്പോൾ എനിക്ക് 39 കോപ്പറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സന്തോഷമാണ്, സന്തോഷമാണ്. കാരണം ഫുൾ ടൂൾസും നമുക്ക് കോപ്പറിലൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ അൽക്കുലത്തെ ഡിഫോൾട്ട് പരിപാടികളാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര തുടങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. ഇന്നത്തെ യാത്ര എന്തെങ്കിലും വെച്ചാൽ അറിഞ്ഞൂടെ. ബട്ട് നമ്മൾ ഊട് കിട്ടാതെ നമ്മൾ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല. ഏറ്റവും റെക്കോർഡ് ഓണാക്കാൻ മറന്നുപോയി. ഞാൻ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം മെൽട്ടായി. ബട്ട് തേങ്ങില്ല ഞാൻ കോളാക്കാം. അപ്പം ഇപ്പോൾ ഞാൻ പിക്കാക്സും മാക്സും സോഡും ഉണ്ടാക്കി. ഇനി
ഷവൾ ഇനി നമ്മൾ ഇതൊക്കെ കിട്ടുന്നു. എന്നിട്ട് ഇപ്പം നമ്മൾ ഫുള്ള് റെഡിയാണ്. അങ്ങനെയല്ല റെഡി അല്ല, ബട്ട് നിങ്ങൾ നോക്ക് ഗൈസ്, ഇൻഫിനിറ്റ് ഇയേഴ്സ് ഓഫ് ഫ്ലെക്സിങ്സ് ആണ് മക്കളെ. ഇതാ ഫുൾ കോപ്പർ ആർമർ, ഫുൾ കോപ്പർ ടൂൾസ്. എടാ ഇൻഫിനിറ്റ് ഇയേഴ്സ് ഓഫ് ഫ്ലെക്സിങ്സ് ഇനി എന്തെങ്കിലും വേണം. ആരും വന്നോ? ക്രീപ്പറ വന്നോ? സ്പീഡ് ചോടടിക്കും, ചോടടിക്കും. പിന്നല്ല ഇയേഴ്സ് ഓഫ് ഫ്ലെക്സിങ്സ് ആണ് ഇവിടെ. അപ്പോൾ അടുത്ത പരിപാടി യാത്ര. നമുക്ക് ഇനി ഇതുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? അവിടെ നമ്മൾ എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു, എടുത്ത് ഇവിടെ ഇടുന്നു. ശകുനം മകളെ, നല്ല ശകുനം. കറക്റ്റ് ടൈമിന് അത്. വാട്ട് ഈസ് ദിസ് ബ്രോ? വാട്ട് ഈസ് ദിസ്? ഞാനിപ്പോൾ എവിടെ പണി അവതരിപ്പിച്ചാലും തന്നെയുള്ള അവസ്ഥ. 2 സ്റ്റാക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഇരുന്നോട്ട്, ഡർട്ടും ഇരുന്നോട്ട്. എടിയും വല്ല മീനെക്കൂട്ടിനും കണ്ടാലോ? ഇത് ഇനിയിപ്പോൾ ഇതിൽ ഇത് വേണ്ട, 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 ഇത് വേണ്ട. വേണ്ടി വരാം. ബോട്ടാക്കാം, വേറെ കാര്യം അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ പോയി ബോട്ടുണ്ട്. അവിടെ ഞാനിപ്പോൾ അറിയാം, ജാം മാത്രം ഇങ്ങനെ ജാം മാത്രമേ ബെഡ്റോക്ക് കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് ബെഡ്റോക്കിൽ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ മൈൻക്രാഫ്റ്റ് ബെഡ്റോക്കിലുണ്ടല്ലോ ഒരു ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ് അവിടെ ഷവള് വേണം. നമുക്കതറിയില്ല ഗൈസ്. ഞാൻ യാത്ര പോയിക്കൊണ്ടിരുന്നത്, ഞാനിപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റെക്കോർഡ് ഓണാക്കി ഞാൻ സംഭവം നോക്കുന്നത് ഫ്രിൻ്റ് എത്തിച്ചാൽ മതി. ഇത് കെട്ടെ കയ്യിലുള്ള ടോർച്ചിൻ്റെ കാര്യമാണ്. ഇത് കത്തി. ഓ അടിപൊളി. അപ്പോൾ വേറൊരു സംഭവമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് പോയാലും സവാന, അങ്ങോട്ട് പോയാലും സവാന നല്ല വേറെ എന്തോ തീരുമ്പോൾ തൽക്കാലത്തിന് നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകാം. അത് ഇവിടെയാണ്. ഇതൊന്ന് അങ്ങനെ സാഡോ അങ്ങനെ എന്തൊരു ടേക്ക് ഓഫ് ഭയമാണ്. ഇത് ഒരു സവാന ആ ഒരു ഇതിൽ വരുന്നൊരു ഭയമാണിത്. കൊടുക്കുക അങ്ങനെ ഏത് ഏതായിട്ടുള്ള സ്ഥലം കയറി. അടാ മരുഭൂമിയിൽ മഴ പെയ്യത്തില്ല. കാണിച്ചു തരാവേ. അവിടൊക്കെ മഴയുണ്ട്. ഇങ്ങോട്ട് നിന്നാലും കേട്ട് മരുഭൂമി കയറി പോയി. അവിടെ പോല കണ്ടോ? നമുക്ക് വലിയൊരു ധാരണയില്ല. യാത്രയിലാണ്, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ഈ മഴ പെയ്യുന്ന സമയത്ത് ഷിപ്പിനെ കാണാൻ പറ്റുമോ? ആർക്കറിയാം. സവാന പഴമല്ലേ? സവാന പഴമേ മഴ പെയ്യത്തില്ല. അവിടെ ആരും നിൽക്കുന്നുണ്ട്. അവിടെ അയക്കാണ് നല്ല ഇഷ്ടമാണ്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് ഇപ്പോൾ ഇവിടെ കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ക്ഷമിക്കണം,
1 ടാപ്പ് അടിച്ചാൽ കിട്ടും. ലാമന വേണ്ട, ലാമ തുപ്പു. ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം ഈ ലാമ തുപ്പു എന്നുള്ള കാര്യം. എല്ലാവർക്കും ഇപ്പോഴും അറിയില്ല. കണ്ണത് നോക്കിയാൽ തീർന്നു. ഇത് അസ്സലാമലൈക്കും. നമ്മളാണ് ഡയലോഗില്ലേ ആ സമയത്ത് നമ്മളാണ് ഇൻസ്പയർഡ് ആയിട്ടാണ്. ഇവിടെ കുറച്ച് മോമോസ് ഉണ്ട്. ആ മോമോസിനൊക്കെ കൊണ്ടുവരാം. ഞാൻ വേറെ സാധനം കണ്ടാ ഈ മറ്റേ ആൾ ചെയ്താ ഇവനുണ്ടാ. ഓ അത് ഇതിന് മുകളിങ്ങനെ എഴുതുമോ? ഓ ആ അവൻ്റെ നോട്ട്. നെക്സ്റ്റ് എപ്പോഴാണ് ഫിൽ ചെയ്ത് വിടുകയെന്ന് ഇതിലുണ്ടോ? ഇവരെ ബ്രഷ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ബ്രഷ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് എടാ ഈ മൈൻക്രാഫ്റ്റ് ഞാനാ കളിക്കുന്നത്. അല്ല സ്കെലിട്ടൻ ഇല്ല. എന്തോ ഒരു സ്കെലിട്ടനോടാ. ഇവിടെ നല്ല അടി കിട്ടും മിക്കവാറും. എനിക്കിവിടെ വീഡിയോ എൻ്റെ വേണ്ടി വരും. ഇന്നത്തെ റെക്കോർഡുള്ള ടൈം മൊത്തം കഴിഞ്ഞു. അപ്പം ഗൈസ് നമ്മൾ കോൾ മതി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം റെക്കോർഡ് ചെയ്യാനുള്ള ടൈം മൊത്തം കൊണ്ട് തൊളിച്ചപ്പോൾ ഇതുപോലെ തന്നെ അടുത്തൊരു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നാളെ ചെയ്യും. ഇന്നലെ തന്നെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഇന്നലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്, സ്കൂളിൽ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒന്നും അങ്ങനെ എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. സോറി. ഇനി നാളെ വരുന്ന വീഡിയോ മിക്കവാറും യമങ്കസ് ഇല്ലേ നമ്മൾ മറ്റേ ഇത് മറ്റേ എമംഗസിൻ്റെ ഹൈഡ് ആൻഡ് സീക്ക് ക്ലാസിക്കോ ഏതെങ്കിലും ഒന്ന് കളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ റോബ്ലോക്സിൽ ഏതെങ്കിലും ഗെയിം കളിക്കാം നമുക്ക്. അതല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് കളിക്കാം. മൈൻക്രാഫ്റ്റ് ചാൻസ് വളരെ കുറവാണ്. മിക്കവാറും ഈ പറഞ്ഞ എന്തെങ്കിലും ഗെയിമേ കയറാം. അപ്പോൾ ബൈ ബൈ. എടാ തണ്ടർസ്റ്റോണാ, തണ്ടർസ്റ്റോണിയാ. എന്തായാലും ബൈ 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 ബൈ.